നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ബി.ജെ.പി. ഒരിക്കൽ കൂടി ഭരണത്തിൽ വന്നാൽ ഭരണഘടനയുടെ ആമുഖം മാറ്റുമോ എന്ന ആശങ്ക രാജ്യത്ത് നിലനിൽക്കുന്നതായി അഡ്വക്കേറ്റ് വി.ബി. ബിനു. എല്ലാ മേഖലയും കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി കരുതൽ ഭവന പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനം പുതുപ്പള്ളിയിൽ നടന്നു. സംസ്ഥാനത്തൊട്ടാകെ 31 വീടുകൾ നിർമ്മിക്കും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് എമ്മിൽ തിരിച്ചെത്തി. പാർട്ടി അംഗത്വം നൽകി ചെയർമാൻ ജോസ് കെ മാണി. സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ജോണി നെല്ലൂർ. വാർത്തകൾ വിശദമായി. ബി.ജെ.പി. ഇനി ഒരിക്കൽ കൂടി കേന്ദ്രഭരണത്തിൽ വന്നാൽ ഭരണഘടനയുടെ ആമുഖം എടുത്തുമാറ്റുമോ എന്ന ആശങ്കയാണ് ഇന്ന് നിലനിൽക്കുന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി.ബി. ബിനു. പൊൻകുന്നത്ത് LDF കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LDF കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി പൊൻകുന്നത്ത് ചേർന്നു. അർഹതപ്പെട്ട കേന്ദ്രവിഹിതം ലഭിക്കുന്നതിനായി അടുത്ത മാസം 8-ാം തീയതി ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന സമരത്തിന് മുന്നോടിയായിട്ടായിരുന്നു കമ്മിറ്റി. ഒരു സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിനായി ബി.ജെ.പിയും കോൺഗ്രസും മത്സരിക്കുന്ന കാഴ്ചയാണ് രാജ്യത്ത് കാണുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി.ബി. ബിനു പറഞ്ഞു. ബി.ജെ.പി. ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തന്നെ എടുത്തുമാറ്റുമോ എന്ന ആശങ്കയിലാണ് രാജ്യമെന്നും വി.ബി. ബിനു പറഞ്ഞു. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. അടുത്ത റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം ഇങ്ങനെ ആയിരിക്കുമോ? ഒരു വർഷം കൂടി കഴിയുമ്പോൾ ബി.ജെ.പിയും സംഘപരിവാറും ഒരിക്കൽ കൂടി ഭരണത്തിലേക്ക് വന്നാൽ അവർ തന്നെ തീരുമാനിച്ചു, ഈ ഭരണഘടനയിലെ മതേതരത്വം ഞങ്ങൾ എടുത്തു മാറ്റും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇനി ഒരിക്കൽ നമുക്ക് വായിക്കേണ്ടി വരുന്നത് ഇതുപോലെ ആയിരിക്കുമോ എന്ന ആശങ്ക ഇന്ത്യൻ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. എല്ലാ മേഖലയും സ്വകാര്യവൽക്കരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും അഡ്വക്കേറ്റ് വി.ബി. ബിനു കുറ്റപ്പെടുത്തി. അഡ്വക്കേറ്റ് M.A. ഷാജി അധ്യക്ഷനായി. നേതാക്കളായ പ്രൊഫസർ ലോപ്പസ് മാത്യു, KM രാധാകൃഷ്ണൻ, CPM ജില്ലാ സെക്രട്ടറി AV റസൽ, റസാഖ് KH, ജോസുകുട്ടി വെട്ടിക്കാട്ട്, VG ലാൽ, TC മാത്തുക്കുട്ടി, ഷമീം അഹമ്മദ്, TN ഗിരീഷ് കുമാർ, ഹേമലത പ്രേംസാഗർ, ജസി ഷാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള OC ആശ്രയ പദ്ധതിയിലൂടെ ഒക്ടോബർ 31-നകം 53 വീടുകൾ നിർമ്മിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ MLA. മുൻ മുഖ്യമന്ത്രിയുടെ സ്മരണാർത്ഥമുള്ള ഉമ്മൻചാണ്ടി ആശ്രയ കരുതൽ ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ 31 ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കുന്ന ചടങ്ങിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി ആശ്രയ കരുതൽ ഭവന നിർമ്മാണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പുതുപ്പള്ളിയിൽ നടന്നു. യോഗം ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഉടനീളം 31 വീടുകളാണ് നിർധനരായ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്നത്. ഇതിൽ 25 വീടുകൾ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലാണ് നിർമ്മിക്കുന്നത്. ഉമ്മൻചാണ്ടി കാണിച്ചു തന്ന കരുതലിന്റെയും കാരുണ്യത്തിന്റെയും മാതൃക ഉറവ വറ്റാതെ അനുസൂയം ഇനിയും തുടരുമെന്നും മറിയാമ്മ ഉമ്മൻ പറഞ്ഞു. മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. ഒരു പുതുപ്പള്ളിക്കാരൻ മാത്രമല്ല, മലയാളി മാത്രമല്ല, ഇന്ത്യക്കാരൻ മാത്രമല്ല, ഒരു വലിയ വലിയ മനുഷ്യസ്നേഹി. പ്രപഞ്ചത്തോളം വലിയൊരു മനസ്സിലുള്ള ഒരു മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. ഈ സമയത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു നിമിഷം തന്നെയാണ്. അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA അധ്യക്ഷനായി. നമുക്ക് നമ്മുടെ അന്തിമമായ ലക്ഷ്യം പുതുപ്പള്ളിയിൽ ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളി വരുന്ന വർഷങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ്. അതിനുവേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ്. കാരണം എളുപ്പമല്ല. ആ പോരാട്ടത്തിൽ പുതുപ്പള്ളിയിലെ ഓരോ സാധാരണക്കാരൻ്റെയും പാർട്ടി പ്രവർത്തകൻ്റെയും പിന്തുണ എനിക്കുണ്ടാവണം. യാതൊരു സംശയവും വേണ്ട. ഇതിനകത്ത് ട്രസ്റ്റിന് യാതൊരു റോളുമില്ല. ഇതിനകത്ത് ബെനിഫിഷ്യറിക്കും സ്പോൺസറിനും ഇടയ്ക്കുള്ള വർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു പൈസ കൊണ്ട് മേടിക്കത്തില്ല. ഒരു പൈസ നമ്മൾ മേടിക്കുകയില്ല. ട്രസ്റ്റും ഇതിന് ഇടനില റോളേ ഉള്ളൂ. ഈ സ്പോൺസറും ഈ ബെനിഫിഷ്യറിക്കും ഇടയിൽ. ജോഷി ഫിലിപ്പ്, NS നുസൂർ, KK രാജു, സുധാ കുര്യൻ, ബാബു K കോര, EK പ്രകാശൻ, റജി M ഫിലിപ്പോസ്, മോനിച്ചൻ കിഴക്കേടം, കുഞ്ഞു പുതുശ്ശേരി, അഡ്വക്കേറ്റ് ബിജു, സന്ധ്യ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 31 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മുൻ MLA ജോണി നെല്ലൂർ വീണ്ടും കേരള കോൺഗ്രസ് എമ്മിലേക്ക്. രാവിലെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ വീട്ടിലെത്തിയ ജോണി നെല്ലൂരിന് പാർട്ടി അംഗത്വം നൽകി.
UDF സെക്രട്ടറിയായിരുന്ന ജോണി നെല്ലൂർ മാതൃസംഘടനയിൽ തിരിച്ചെത്തി. പാലായിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ വസതിയിലെത്തി അദ്ദേഹവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ജോണി നെല്ലൂരിന് ജോസ് കെ മാണി MP അംഗത്വം കൈമാറി. സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചല്ല തന്റെ നീക്കമെന്ന് വ്യക്തമാക്കിയ ജോണി നെല്ലൂർ ഇനിയും ജോസഫ് ഗ്രൂപ്പിൽ നിന്നും നിരവധി പേർ മാതൃസംഘടനയിലേക്ക് തിരികെയെത്തുമെന്നും പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന പോലെ മാതൃസംഘടനയിലേക്ക് മടങ്ങുവാനുള്ള എൻ്റെ താല്പര്യം കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കളായ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയെയും മറ്റ് ഭാരവാഹികളെ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചർച്ച ചെയ്യാം എന്ന് പറയുകയും ഇന്ന് ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും മാതൃസംഘടനയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി അവരെന്നെ സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തു. ജോണി നെല്ലൂരിന് അർഹമായ സ്ഥാനം പാർട്ടിയിൽ നൽകുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി. UDFിൻ്റെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു വലിയൊരു വ്യക്താവായിരുന്ന ഒരു വ്യക്തി കേരള കോൺഗ്രസ് പാർട്ടിയോട് യോജിച്ച് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു കരുത്ത് നൽകും എന്നുള്ളത് സംശയമില്ല. മാത്രമല്ല അങ്ങനെ ഒരു വ്യക്തി കേരള കോൺഗ്രസിലേക്ക് മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാകും എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്ദേശമാണ് എന്ന് അത് ജോസഫ് ഗ്രൂപ്പിനും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. 1993 മാതൃസംഘടനയായ കേരള കോൺഗ്രസ് വിട്ട് ജോണി നെല്ലൂർ ജേക്കബ് ഗ്രൂപ്പിൽ ചേർന്നത്. ജേക്കബ് ഗ്രൂപ്പിൽ 27 വർഷം പ്രവർത്തിച്ചെങ്കിലും ജേക്കബിന്റെ മരണശേഷം മാതൃപാർട്ടിയിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. ജോസഫ് ഗ്രൂപ്പിൽ സംസ്ഥാനത്തെമ്പാടും അസംതൃപ്തരായ നിരവധി പേരുണ്ടെന്നും ചെയർമാനുമായി ബന്ധപ്പെട്ട് അവരെയൊക്കെ പാർട്ടിയിലെത്തിക്കാൻ ശ്രമിക്കുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലാ. തിരുവാർപ്പ് മല്ലരിക്കൽ ഗ്രാമീണ ജല ടൂറിസം മേളയ്ക്ക് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയോടനുബന്ധിച്ച് കലാസന്ധ്യ, ജലഘോഷയാത്ര, നാട്ടരങ്ങ്, ചെറുവള്ളംകളി മത്സരം എന്നിവയെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. 5ാമത് മല്ലരിക്കൽ ഗ്രാമീണ ജല ടൂറിസം മേളയ്ക്ക് തുടക്കമായി. മല്ലരിക്കലിൽ നടന്ന യോഗം നദി പുനർസംയോജന പദ്ധതി കോർഡിനേറ്റർ അഡ്വക്കേറ്റ് K. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വീടുകളുടെ മുറ്റത്ത് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു വരുമാനം കിട്ടും. അതാണ് ഉടമസ്ഥന്മാർ. ഇക്കഴിഞ്ഞ ആമ്പൽ ഫെസ്റ്റിന് ഏതാണ്ട് 1.5 കോടി രൂപയുടെ വരുമാനം ഏതാണ്ട് 45 ദിവസക്കാലം കൊണ്ട് മല്ലരിക്കലെ ആള് കിട്ടി. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ K. മേനോൻ അധ്യക്ഷനായി. മീനച്ചിലാറ്റിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് പുസ്തകം രചിച്ച ഡോക്ടർ ലത P. ചെറിയാനെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയായ VB ബിനു ആദരിച്ചു. 33 വർഷത്തെ സേവനത്തിന് ശേഷം കിളിരൂർ SNDP സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപിക P. ഗീതയെ കോട്ടയം സഹകരണ കാർഷിക ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് G. ഗോപകുമാർ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത്, മലരിക്കൽ ടൂറിസം സൊസൈറ്റി J ബ്ലോക്ക്, തിരുവായിക്കരി പാടശേഖര സമിതികൾ, കാഞ്ഞിരം തിരുവാർപ്പ് സർവീസ് സഹകരണ ബാങ്കുകൾ, തിരുവാർപ്പ് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഗ്രാമീണ ജല ടൂറിസം മേള നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. NGO യൂണിയൻ വജ്ര ജൂബിലി ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ താക്കോൽ കൈമാറി. NGO യൂണിയൻ വജ്ര ജൂബിലി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നവകേരളം ജനപക്ഷ സിവിൽ സർവീസ് എന്ന മുദ്രാവാക്യമുയർത്തി ബഹുമുഖ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. വജ്ര ജൂബിലിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് 60 അതിദരിദ്ര കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ 4 വീടുകൾ പൂർത്തിയായി. ഇതിൽ വൈക്കം കുലശേഖരമംഗലം ടോൾ ജംഗ്ഷനിൽ പൂർത്തിയായ വീടിന്റെ താക്കോൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ കൈമാറി. കേരള NGO യൂണിയനെ പോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സർവീസ് ഓർഗനൈസേഷൻ അവരെല്ലാം സംഘടിപ്പിച്ചു വരുന്ന മഹത്തായ ഈ ദൗത്യം വളരെ വളരെ വിജയകരമായി മുന്നോട്ട് വരുന്നതിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ ഈ താക്കോൽ ദാനം നിർവഹിക്കാൻ ഇടവരുന്ന സാഹചര്യം. വളരെ മനോഹരമായൊരു വീട് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കുമരകത്ത് കൊടുത്ത വീട് കൊടുക്കാൻ ഞാൻ വന്നിരുന്നു. എത്രയോ വലിയ രൂപത്തിലുള്ള സാമൂഹ്യ സേവനങ്ങളാണ് NGO യൂണിയൻ്റെ ഭാഗത്തുണ്ടായത്. ഈ നാട്ടിൽ എവിടെയെല്ലാം ദുഃഖമുണ്ടായാലും ദുരിതമുണ്ടായാലും കഷ്ടപ്പാടുണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും അത്തരം ഘട്ടങ്ങളിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ സഹായഹസ്തങ്ങളുമായി ഓടിയെത്തുന്ന ഒരു വിശ്വമാനവിയുടെ സന്ദേശം ഉയർത്തുന്ന മഹത്തായ വീക്ഷണമുള്ള സംഘടനയാണ് കേരള NGO യൂണിയൻ.
മറവന്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KB രമ, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സീമ S. നായർ, S. അരുൺകുമാർ, വാർഡ് മെമ്പർ പ്രമീള രമണൻ എന്നിവർ പ്രസംഗിച്ചു. കുലശേഖരമംഗലം ടോൾ ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MN അനിൽകുമാർ അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കങ്ങഴ MGDM ആശുപത്രിയും കങ്ങഴ മുസ്ലിം പുത്തൂർപള്ളി ജമാഅത്ത് മസ്ജിദും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കങ്ങഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല ബീഗം KS ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രമേഹവും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷാഹിൻ ഷൌക്കത്ത് അലി ക്ലാസ് നയിച്ചു. കങ്ങഴ MGDM ആശുപത്രി ഓപ്പറേഷൻസ് ഹെഡ് ഡോക്ടർ ജിജി ജേക്കബും പുത്തൂർപള്ളി ജമാഅത്ത് മസ്ജിദ് പ്രസിഡന്റ് TM നസീർ താഴത്തേടത്തും പ്രസംഗിച്ചു. സൗജന്യ കൺസൾട്ടേഷനും രക്തപരിശോധനയും ഉണ്ടായിരുന്നു. പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷൻ ആണ് ഇതിലെല്ലാം പ്രധാനം. പ്രമേഹം ഉണ്ടാവുന്നില്ല, പ്രമേഹത്തെ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യുകയും അതിനെ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും അത് ശരിയായ രീതിയിൽ റുട്ടീനായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കുക, കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല. ഞാൻ പറയാറുണ്ട്, ക്രിയാറ്റിൻ പലപ്പോഴും നമ്മൾ ഒരു പേടിപ്പെടുത്തണം. അപ്പം കാലൊരു നീര് വന്ന് നമ്മൾ ആദ്യം പോയി ലാബിൽ പറയുന്നത് എൻ്റെ ക്രിയാറ്റിൻ ഒന്ന് നോക്കണമെന്നാണ്. അത് നമുക്ക് എപ്പോഴും പേടിയാണ് കിഡ്നിയുടെ കാര്യത്തിൽ. ക്രിയാറ്റിൻ നോക്കണം, പക്ഷെ ക്രിയാറ്റിൻ നോക്കിയാലും ക്രിയാറ്റിൻ ഉണ്ടെങ്കിൽ പോലും ആ പേഷ്യൻസ് എപ്പോഴും ഇൻസുലിനിലേക്ക് മാറുന്നതാണ് എപ്പോഴും ശരി. ഗുളികകളെ കണ്ട് പലപ്പോഴും നമ്മളെ അശ്രദ്ധ മൂലം പലപ്പോഴും നമ്മൾ ഗുളിക തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. വർഷങ്ങൾ കഴിയുന്നതോറും ആ ഗുളികയുടെ എഫക്ട് കൊണ്ട് ക്രിയാറ്റിൻ കൂടിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പാല അൽഫോൻസ കോളേജ് ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ച് അൾസ്റ്റാജിയ 2024 മെഗാ അലുമിനി മീറ്റ് സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഡോക്ടർ B. സന്ധ്യ IPS ഉദ്ഘാടനം ചെയ്തു. പാല അൽഫോൻസ കോളേജിൽ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെഗാ അലുമിനി മീറ്റ് സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഡോക്ടർ B. സന്ധ്യ IPS ഉദ്ഘാടനം ചെയ്തു. കലാലയ ഓർമ്മകൾ ഏറെ മധുരമുള്ളതായിരുന്നുവെന്ന് ഡോക്ടർ B. സന്ധ്യ പറഞ്ഞു. നൊസ്റ്റാൾജിയ ജീവിതത്തിൽ ഏതു വ്യക്തിക്കുമുള്ളതാണ്. അപ്പം അങ്ങനെ നൊസ്റ്റാൾജിയ എനിക്കുമുണ്ട് എൻ്റെ കോളേജിനെ പറ്റി. അതിലൊക്കെ ഉപരിയായി എന്നെ ഞാനാക്കിയ ഈ സ്ഥാപനത്തിൽ മടങ്ങിയെത്തുമ്പോൾ എപ്പോഴും അത് പുതിയൊരു ഊർജമാണ്. കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഷാജി ജോൺ, വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു, ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള, ബർസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ആൻസി ജോസഫ്, പ്രൊഫസർ ഡോക്ടർ ഷൈനി ജോസ് എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ മുൻകാല അധ്യാപകരെയും അതോടൊപ്പം 1964 മുതൽ വിവിധ വർഷങ്ങളിലുണ്ടായിരുന്ന കോളേജ് യൂണിയൻ ചെയർപേഴ്സൺമാർ, സാമൂഹിക ഔദ്യോഗിക തലങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ചവർ, ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾ എന്നിവരെയും ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾക്കായി വിവിധ കലാമത്സരങ്ങളും ഉണ്ടായിരുന്നു. കൂടാതെ ഭക്ഷ്യമേള, കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഇതോടൊപ്പം നടന്നു. തങ്ങളുടെ മുൻ അധ്യാപകരോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥികൾ അതാത് ക്ലാസ് മുറികളിൽ ഒത്തുകൂടുന്ന ഓർമ്മച്ചെപ്പ് എന്ന പ്രത്യേക പരിപാടിയും മത്സരവും കോളേജിൽ നടത്തി. ന്യൂസ് ബ്യൂറോ, പാല. പൊൻകുന്നം മറ്റക്കര പുതുപ്പറമ്പിൽ PN ഗോപിനാഥപിള്ള നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അറിയിപ്പ്. കോട്ടയം കെൽട്രോണിന്റെ ആലുവയിലെ നോളജ് സെന്ററിലൂടെ ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കാൻ അവസരം. വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ട്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്, ഗ്രാഫിക്സ് ആൻഡ് വിഷ്വൽ എഫക്ട്, ടോട്ടൽ സ്റ്റേഷൻ സർവേ, ഓട്ടോകാഡ് തുടങ്ങിയ മേഖലകളിലെ ഹ്രസ്വകാല കോഴ്സിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 8136802304. കോട്ടയം ജനറൽ ആശുപത്രിയിൽ റേഡിയോഗ്രാഫറുടെ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ 2 ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനായി വാക്കിൻ ഇന്റർവ്യൂ ഫെബ്രുവരി 2 10:30 നടത്തുന്നു. കേരള പാരാമെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷനുള്ള സർക്കാർ അംഗീകൃത കോളേജിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ റേഡിയോളജി, BSc റേഡിയോളജി യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഫോട്ടോ പതിച്ച ബയോഡേറ്റയും സഹിതം കോട്ടയം ജനറൽ ആശുപത്രിയിൽ ഹാജരാകണം. ഫോൺ 0481256361. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP ഒരിക്കൽ കൂടി ഭരണത്തിൽ വന്നാൽ ഭരണഘടനയുടെ ആമുഖം മാറ്റുമോ എന്ന ആശങ്ക രാജ്യത്ത് നിലനിൽക്കുന്നതായി അഡ്വക്കേറ്റ് BB ബിനു. എല്ലാ മേഖലയും കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി കരുതൽ ഭവന പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനം പുതുപ്പള്ളിയിൽ നടന്നു. സംസ്ഥാനത്തൊട്ടാകെ 31 വീടുകൾ നിർമ്മിക്കും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് എമ്മിൽ തിരിച്ചെത്തി. പാർട്ടി അംഗത്വം നൽകി ചെയർമാൻ ജോസ് കെ മാണി. സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ജോണി നെല്ലൂർ.
ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.